കഴിഞ്ഞ 5 വർഷമായിട്ട് ഭക്ഷ്യധാന്യം കിട്ടുന്നുണ്ട് അല്ലേ? ഗരീബി കല്യാൺ പദ്ധതി, അന്നയോജന, സംശയമുണ്ടോ? റേഷൻ കടയിൽ നമുക്ക് സൗജന്യ അരി കിട്ടുന്നില്ലേ? നമ്മുടെ ഇവിടെ ഇല്ല. 2018 മുതലുണ്ട്, അടുത്ത 5 വർഷത്തേക്കൂടെ കൊടുത്തിട്ടുണ്ട്. BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ എന്താണ്, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം നമുക്ക് ഗ്യാസ് കണക്ഷൻ സൗജന്യമായിട്ട് തരുന്നു. BPL കാർഡുള്ള ഉജ്ജ്വൽ യോജന, PM ഉജ്ജ്വൽ യോജന, ഉജ്ജ്വല യോജന, ഉജ്ജ്വൽ വേറെയാണ്, അത് മറ്റേ ബൾബ് തരുന്നതാണ്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ബൾബിൻ്റെ അടിയിൽ പണ്ഡിറ്റ് ദീനദയാൾ ഉപാധ്യായ ആ സ്കീം പ്രകാരമാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസി പോയി ചെന്ന് പറഞ്ഞാൽ അവിടെ അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആധാർ, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ BPL പട്ടികയിലുള്ള ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ ലഭിക്കും. അപകടത്തിൽ മരണപ്പെട്ടാൽ, വാഹനാപകടമാവാം, പ്രകൃതിക്ഷോഭമാവാം, മറ്റ് ഏത് രീതിയിലായിരുന്നാലും അപകടത്തിൽ കെട്ടിടത്തിൽ വീണാവാം, മരിച്ചാൽ ആ കുടുംബത്തിന് 2 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതി. സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, ഒരു വർഷം 20 രൂപ. എത്ര പേര് എടുത്തിട്ടുണ്ട് ഇവിടെ? ഒന്ന് കൈ ഉയർത്തോ എടുത്തിട്ടുള്ളവർ. നമ്മൾ പോലും എടുത്തില്ല, പിന്നെ എങ്ങനെ നാട്ടുകാരെടുക്കുന്നത്? BJP നേതാക്കന്മാരെടുത്തിട്ടില്ല. കേട്ടില്ല? അതെ, കുറച്ചില്ലല്ലോ, കുറെ കാലമായി. ഇത് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ പോയി പറഞ്ഞാൽ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. നരേന്ദ്രമോദി അങ്ങനെ ഒരു മാറ്റം വരുത്തി. മറ്റുള്ളിടത്ത് 100 രൂപയുള്ള പാരസെറ്റമോൾ ഇവിടെ 2 രൂപയോ 3 രൂപയോ എന്തോ ആണ്. ഏത് 10 എണ്ണത്തിൽ വാങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും? ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ, ശരിയല്ലേ? കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്പർ 1 ആയിട്ട് ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലുള്ള വാഹനങ്ങളെ EV ആക്കിക്കൊണ്ട് ഇലക്ട്രിക്കൽ വാഹനങ്ങളിലോട്ട് മാറ്റിയിട്ട് കൂടിയ വിലയ്ക്ക് വിദേശ രാജ്യങ്ങൾക്ക് പെട്രോൾ വിൽക്കുകയാണ്. അപ്പോൾ പറയും പെട്രോളിന് വില കൂടി, EVയിലോട്ട് മാറുക, അപ്പോൾ പൊല്യൂഷൻ ഉണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് നാളെ പൊല്യൂഷൻ വഴി ക്യാൻസർ, മാരക രോഗങ്ങൾ ഉണ്ടാവില്ല. ഇന്ത്യ ഇന്ന് EVയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക, ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്കാണ്. 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു മാസം, അതൊരു 100-150 രൂപയ്ക്ക് ഇലക്ട്രിക്കൽ ചാർജ് ചെയ്താൽ മതി, നമുക്ക് സുഖമായിട്ട് ഓടാം. ആ രീതിയിലേക്ക് ഇന്ന് ഇന്ത്യയെ മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. എന്നിട്ട് പെട്രോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പെട്രോളിന്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വില നിലവാരം താഴോട്ട് കൊണ്ടുവരാൻ. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? ഒരു ദിവസം കയ്യിൽ 1 രൂപ ഇല്ലെങ്കിൽ പോലും പ്ലഗിൽ വെച്ചിട്ട് വണ്ടി എടുത്ത് ഓടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പലർക്കും ഉള്ളത്. ആ രീതിയിലോട്ടൊന്ന് മാറിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ നേട്ടം.